നമസ്കാരം. ദിലീപും മഞ്ജു വാര്യരുടെയും പ്രണയവും വിവാഹവുമെല്ലാം ഇന്നും ചർച്ചയാണ്. ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ നിറഞ്ഞു നിന്ന ആ സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കും എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതം അവസാനിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. വിവാഹശേഷം കുടുംബത്തിനായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. എന്നാൽ നീണ്ട 16 വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന വാർത്തയാണ് കേട്ടത്. അതിന് കാരണം ദിലീപും കാവ്യയും ആയുള്ള അടുപ്പമാണെന്നും ഗോസിപ്പുകൾ നിരവധി പരന്നു. ഇവരുടെ വേർപിരിയലും കാവ്യയും ദിലീപുമായുള്ള വിവാഹവുമല്ല വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനൊപ്പം തന്നെ ഉയർന്നു വന്ന താരമാണ് മീനാക്ഷി ദിലീപ്. ഇന്ന് മീനാക്ഷി ദിലീപിന് ഏറെ ആരാധകരുണ്ട്. മലയാളത്തിൽ ഏറെ ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ്. ദിലീപിനും ഭാര്യ കാവ്യമാധവനും ഒപ്പം മീനാക്ഷിയും എപ്പോഴും വാർത്തകളിൽ വലിയ സൂപ്പർ സ്റ്റാർ ആവാറുണ്ട്. പഴയതിലും അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി ദിലീപ്. മലയാള സിനിമയിലെ താരപുത്രിമാർക്കും താരപുത്രന്മാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരുണ്ട്. അതിലൊരാൾ നടൻ ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയുമാണ്. മീനാക്ഷി MBBS കഴിഞ്ഞ് നിൽക്കുകയാണ് നിലവിൽ. എന്തായാലും ചെന്നൈയിൽ നിന്നുമാണ് മീനാക്ഷി MBBS പഠിച്ച് ബിരുദം നേടിയത്. അച്ഛനമ്മമാരുടെ പാത പിന്തുടർന്നുകൊണ്ട് അഭിനയത്തിലേക്ക് എത്തിയവരാണ് കാളിദാസും പ്രണവും ധ്യാനും കല്യാണിയും ഒക്കെ. ഇവരൊക്കെ അഭിനയത്തിൽ സജീവമായതുകൊണ്ട് തന്നെ ആരാധകരും കൂടുന്നതാണ്. എന്നാൽ ഒരിക്കൽ പോലും അഭിനയത്തിൽ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും ഏറെ ആരാധകരുള്ള ഒരു താരപുത്രിയാണ് മീനാക്ഷി ദിലീപ്. വെറും മീനാക്ഷിയല്ല, ഡോക്ടർ മീനാക്ഷി ദിലീപ് എന്ന് വേണം പറയാൻ. സ്വന്തമായി ഒരു ആശുപത്രി തന്നെ ഇടാനുള്ള ആസ്തിയുണ്ട് ദിലീപിന്. മഞ്ജുവിനും അതിനുള്ള ആസ്തിയുണ്ട്. MBBS പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ്. ചെന്നൈയിലാണ് മീനാക്ഷി പഠനം പൂർത്തിയാക്കിയത്. പഠനമൊക്കെ പൂർത്തിയായി ഡോക്ടറായ സ്ഥിതിക്ക് ഇനി അടുത്തത് മീനാക്ഷിയുടെ വിവാഹമാണ്. സിനിമയിലേക്ക് മകൾക്ക് താല്പര്യമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അഭിനയത്തിലൂടെ മാത്രമല്ല മീനാക്ഷിക്ക് സിനിമയിലെത്താൻ ആവുക. ഡെർമറ്റോളജിയാണ് മീനാക്ഷി എടുത്തിരിക്കുന്ന സബ്ജക്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിയുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. മീനാക്ഷി എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അടുത്തിടം താരം പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോസും വൈറലായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. മുൻപ് പലവട്ടം മീനാക്ഷിയുടെ വിവാഹം എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും അതൊന്നും സത്യമായിരുന്നില്ല. അപ്പോഴൊക്കെയും അത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് ദിലീപ് പ്രതികരിച്ച് രംഗത്തെത്തുമായിരുന്നു. പക്ഷേ പ്രേക്ഷകർ കാത്തിരിക്കും കല്യാണമാകും മീനാക്ഷിയുടേതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വരാൻ പോകുന്നത് ഒരു ഒന്നൊന്നര ആർഭാട വിവാഹം തന്നെയാണ്. ഈ അടുത്തിടെ നടന്ന മാളവികയുടെയോ ഭാഗ്യ സുരേഷ് ഗോപിയുടെയോ വിവാഹത്തിനേക്കാൾ ഒരുപടിയെങ്കിലും ആർഭാടം കൂടുതലായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയ വാദിക്കുമ്പോൾ അങ്ങനെയാകില്ല. ഒരു പക്ഷേ വളരെ നോർമലായ ഒരു വിവാഹമാകും മീനാക്ഷി ഇഷ്ടപ്പെടുന്നതെന്നാണ് മറുഭാഗം പറയുന്നത്. കണ്ടിടത്തോളം വളരെ സിമ്പിളാണ് മീനാക്ഷി. അപ്പോൾ സിമ്പിളായി വിവാഹം ഉണ്ടാകുമെന്ന് പറയുമ്പോഴാണ് ദിലീപിന്റെ ആസ്തി കൂടി ചർച്ചയാകുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിലീപിന് 600 കോടിക്ക് മുകളിൽ ആസ്തിയുണ്ട്. അതൊക്കെ പിന്നെ മീനാക്ഷിക്ക് ഉള്ളതല്ലെങ്കിൽ മറ്റാർക്കാണെന്ന് ചോദിക്കുന്നവരും കുറവല്ല. അച്ഛന്റെ മാത്രമല്ല അമ്മയുടെയും സ്വത്തുക്കൾ മീനാക്ഷിക്ക് ഉള്ളതല്ലേ എന്നും ചിലർ പറയുന്നുണ്ട്. അതേസമയം ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം താൻ മീനാക്ഷിക്ക് നൽകിയിരുന്നു എന്നാണ് ദിലീപ് അടുത്തിടെ പറഞ്ഞത്. താൻ ഒരാളെ ചൂണ്ടിക്കാട്ടി അയാളെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധിക്കാൻ പോകുന്നില്ല എന്നും ദിലീപ് പറഞ്ഞിരുന്നു. എന്തുതന്നെയായാലും മലയാളികൾ കാത്തിരിക്കുകയാണ് മീനാക്ഷിയുടെ വിവാഹത്തിന് എത്തുന്ന മറ്റൊരു താരസംഗമം കാണാൻ.